ഹായ് ഗൈസ്, നമ്മളിന്ന് മുരിങ്ങയ്ക്കായും ചക്കക്കുരുവും മാങ്ങയും കൂടി ഇട്ടൊരു ഒഴിച്ചുകറിയാണ് വെക്കുന്നത്. ഒഴിച്ചുകറിയല്ലേ അമ്മേ? അതിന് ഞാൻ മുരിങ്ങയ്ക്കായും ചക്കക്കുരുവും എല്ലാം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് പച്ചമുളകും കൂടി ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇത് വേകുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാമേ. അങ്ങനെ നമ്മുടെ ചക്കക്കുരു മുരിങ്ങയ്ക്കായും ഇവിടെ ഒരുമാതിരി വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിതിനകത്തേക്ക് പുളിക്ക് ആവശ്യമായ മാങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ മാങ്ങയാണ് ഇടുന്നത്. ഇത് ഇച്ചിരി ചനച്ച മാങ്ങയാണ്, ഒരു മാങ്ങയുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്ത് അതും കൂടെ ഒന്ന് വേകട്ടെ. വെന്തിട്ട് പിന്നെ നമുക്ക് അരപ്പ് ചേർക്കാം. നമ്മുടെ മുരിങ്ങയ്ക്കായും ചക്കക്കുരു എല്ലാം വേകുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കാമേ. ഞാൻ അതിന് ഒരു മൂടി തേങ്ങ എടുത്തിട്ടുണ്ട്, ശകലം മഞ്ഞപ്പൊടി ഇതിനകത്ത് ഇട്ടത് കാരണം, പിന്നെ 2 വെളുത്തുള്ളി, 2 അല്ലി, ഒരു ചെറിയ ചുമന്നുള്ളിയെ, പിന്നെ ഇച്ചിരി ജീരകം. ഇത് നന്നായിട്ട് നൈസായിട്ട് അരച്ചെടുത്തോണ്ട് വരണം. നമുക്ക് അരച്ചെടുത്തോണ്ട് വരാം. അങ്ങനെ നമ്മുടെ ചക്കക്കുരുവും മാങ്ങായും മുരിങ്ങയ്ക്കായും എല്ലാം ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിലിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കണോമേ? വേണ്ട അല്ലേ? നാല് ശകലം വെള്ളം വേണമല്ലോ. മിക്സി ജാറ് കഴുകി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ്. ഇപ്പോൾ ഉപ്പുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ശകല ഉപ്പും കൂടെ വേണം. ശകല ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്നുകൂടെ തിളയ്ക്കണം. ഒത്തിരി തിളക്കരുത്, എന്നാലും ഒന്ന് തിളയ്ക്കണം. ചൂടാകണം. അരിപ്പൊക്കെ ഒന്ന് പച്ച മണമൊക്കെ ഒന്ന് പോയി കിട്ടണം. അതിനുശേഷം നമുക്ക് കടുക് വറുക്കണം. മാങ്ങയ്ക്ക് നല്ല പുളിയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മാങ്ങ എല്ലാം ഇവിടെ ഒന്ന് വെന്ത് അരപ്പെല്ലാം പിടിച്ചിട്ടുണ്ട്. നന്നായൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കടുക് വറുത്തിടാമേ. അതിനുവേണ്ടി കടുക് വറുക്കാൻ വേണ്ടി ഞാനൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യമായ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കടുക് ഒന്ന് പൊട്ടട്ടെ. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞ് കൊച്ചുള്ളി അതുകൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളി മൂത്തതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും 2 ഉണക്കമുളക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക്, ഉള്ളി മൂത്തിട്ടുണ്ട്. നമുക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം.
നമ്മുടെ കറിയിലേക്ക് നമുക്ക് ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുരിങ്ങയ്ക്ക ചക്കക്കുരു മാങ്ങ ഒഴിച്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ഹെൽപ്പ് ചെയ്യുക കൂട്ടുകാരെ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.